ഇത്തവണത്തെ പ്രീമിയർ ലീഗ് സീസൺ അവസാനിച്ചു. ആർസണൽ ചാമ്പ്യന്മാരായി. അതായത് ഏറ്റവും അവസാനത്തെ കളിക്ക് മുമ്പ് തന്നെ ആർസണൽ ചാമ്പ്യന്മാരായി മാറി. മാഞ്ചസ്റ്റർ സിറ്റി കുറെ പിന്നിൽ പോയെങ്കിലും ഒരു ഓടി വന്ന് ഒരു ടൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. പക്ഷേ ആർസണലിന്റെ ഒരു കുതിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ജയിക്കുകയും ചെയ്തു. അപ്പോൾ അത് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ വലിയ ഫാൻഡം ഉള്ള ഒരു ടീമാണ് ആർസണൽ. ആർസണലിന്റെ ഈ വിജയം അതൊരു വളരെ ആധികാരികമായ വിജയം കൂടിയാണ്. എങ്ങനെയാണ് ദിലീപ് അതിനെ ഒരു റിവ്യൂ ചെയ്യുക? എങ്ങനെയാണ് ഈ സീസൺ ആകപ്പാട് നോക്കിക്കഴിഞ്ഞാൽ 5 മാച്ചിന് ശേഷം 6ാമത്തെ മാച്ച് തൊട്ട് ലീഗ് ലീഡ് ചെയ്തിട്ടുള്ള ടീമാണ് ആർസണൽ. അപ്പൊ എങ്ങനെ നോക്കിയാലും ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം അവരായിരുന്നു. ഏറ്റവും ക്ലീൻ ഷീറ്റ്സ് ഉള്ള ടീം അവരായിരുന്നു. ഏറ്റവും അധികം മാച്ചസ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു തീരെ ഒരു മോശം ഫേസ് ഇല്ലാതെ സീസണിൽ കൂടി പോയ ടീം, ഏറ്റവും ജയിക്കാൻ അർഹിച്ച ടീം ആർസണലായിരുന്നു. അതിലൊരു സംശയമില്ല. സിറ്റി 1-2 പാച്ചസിൽ സിറ്റി പഴയ സിറ്റിയെ പോലെ കളിച്ചു. പക്ഷെ പണ്ടത്തെ സിറ്റി ഇത്രയും ഡ്രോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പല കളിയിലും അവര് ജയിക്കേണ്ട കളിയിൽ പോയി പോയിന്റ് പാഴാക്കി. ലേറ്റ് ആയിട്ട് ഗോൾസ് കൺസീഡ് ചെയ്തിട്ടും ഒരു പണ്ടത്തെ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നില്ല. അത് സീസൺ ഇപ്പൊ ഓഗസ്റ്റ് തുടങ്ങിയ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടീം ആർസണൽ തന്നെയായിരുന്നു. ആകെയുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇത്രയും കളികൾ നടന്നല്ലോ. ഈ കളികൾ എല്ലാം വെച്ചിട്ട് ദിലീപ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കളി നിലവാരം, പ്രീമിയർ ലീഗിന്റെ കളി നിലവാരം മുകളിലോട്ട് പോവാണോ അതോ താഴോട്ട് വരികയാണോ? ഇത് ഞാൻ 2016 ലെസ്റ്റർ ജയിച്ചതിന് ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും മോശം സീസണായിരുന്നു. ഏറ്റവും ടാക്ടിക്കലായിട്ട് പുറകോട്ട് പോയൊരു സീസൺ. ഇപ്പൊ എനിക്ക് സെറ്റ് പീസിനെതിരെ ഒന്നുമില്ല. എല്ലാം ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം ലിവർപൂൾ 18 ഗോളായിട്ട് സെറ്റ് പീസ് അടിച്ചു. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇത്തവണ പല നിരീക്ഷകരും പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ നിങ്ങൾ അത്ലറ്റിക് വായിച്ചാലും ഗാർഡിയൻ വായിച്ചാലും ടൈംസ് വായിച്ചാലും എല്ലാവരും പറഞ്ഞ ആശ്വാസം ഈ സീസൺ കഴിഞ്ഞു കിട്ടിയാലും ഇനി അടുത്ത സീസൺ ഇത്രയും മോശമാവാതിരുന്നാൽ മതി. അതിപ്പോ ആരും ആർസണലിനെ വിമർശിച്ചിട്ട് മാത്രം പറയേണ്ടതല്ല. പൊതുവെ ഉള്ള നിലവാരം അത്രയും മോശമായിരുന്നു. എന്താ വെച്ചാൽ ഈ സെറ്റ് പീസ്, ലോങ് ത്രോ ഇത് മാത്രമായിട്ട് ഇപ്പൊ നേരെ തിരിച്ച് നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ PSG-യും ബായൺ മ്യൂണിക്കും തമ്മിൽ നടന്ന അത് പീക്ക് ഫുട്ബോൾ ആയിരുന്നു. ഫുട്ബോളിന്റെ ബ്യൂട്ടി എന്താണ്? ഇപ്പൊ ഒരു ഇതുവരെ കളി കാണാത്ത ഒരാള് ആ കളി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും വേറെ കളികൾ കാണാൻ. നേരെ തിരിച്ച് ഇവിടെ ഒരു വുൾസ് വെസ്റ്റ് ഹാം കളിയായിട്ട് കണ്ട ഒരാളാണ് അയ്യോ ഇനി എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് പോവും. അതപ്പോ ടാക്ടിക്കലായിട്ട് പിന്നോട്ട് പോയിട്ടുണ്ട് ശരിക്കും. ആർസണൽ വിജയികളായിട്ടുള്ള ഗണ്ണേഴ്സിനെ കുറിച്ച് പറയുന്നത് അവരുടെ കളിശൈലി എന്ന് പറയുന്നത് ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിയുടെയോ അല്ലെങ്കിൽ യുണൈറ്റഡിന്റെയോ ലിവർപൂളിന്റെയോ ഒന്നും ശൈലികൾ പോലെ മനോഹരമല്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആർസണൽ ഒരു കളി ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണെന്നുള്ള രീതിയിലുള്ള വിമർശകന്മാർ പറയുന്നത്? അത് ദിലീപ് യോജിക്കുന്നുണ്ട് അതിനോട്? അവരുടെ ഫാൻസിനോട് ചോദിച്ച് 22 കൊല്ലത്തിന് ശേഷം നിങ്ങളൊരു ടൈറ്റിൽ നേടുമ്പോ ആരും ശൈലിയൊന്നും നോക്കില്ല, ജയിച്ചാ മതി. ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയം തന്നെയല്ല. പക്ഷെ ന്യൂട്രൽ ഫാൻസിന് അത് തീർച്ചയായിട്ടും ഒരു പക്ഷെ ഞാൻ ആർട്ടറ്റെ മാത്രം കുറ്റം പറയില്ല. ഇതിലിപ്പോ ഒരു നോവിൻ സിറ്റുവേഷൻ ആയിരിക്കാണ് ഇപ്പൊ ഏത് ടീമായാലും. എന്താ വെച്ചാൽ ഈ 2 മനുഷ്യന്മാര് ഗ്വാർഡിയോളയും ക്ലോപ്പും ഒരു വിധത്തില് നമ്മുടെ ജീവിതം നശിപ്പിച്ചു. എന്താ വെച്ചാൽ ആ ഒരു ക്വാളിറ്റി ഫുട്ബോൾ ഇനി കാണാൻ പോകുന്നില്ല. അത് കാരണം ഇനി വരാൻ പോണ ആർക്കും ഈ വിമർശനം വരും. ഇപ്പൊ ലിവർപൂളിൽ തന്നെ ആർനെ സ്ലോട്ടിന് കഴിഞ്ഞ തവണ ലീഗ് ജയിച്ചിട്ട് പോലും സ്ഥിരമായിട്ടുള്ള കംപ്ലൈന്റ് ഇപ്പൊ മോസാല വരെ പോണതിന് മുമ്പ് അവസാനം പറഞ്ഞ ഒരു പ്രസ്താവനയില് നമുക്ക് തിരിച്ച് ഹെവി മെറ്റൽ ഫുട്ബോളിലേക്ക് പോകണമെന്നാണ്. അപ്പൊ അത് ഈ ഒരു കണക്കിന് ഈ 2 ആൾക്കാരും ശരിക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടി നല്ല ഫുട്ബോൾ കൊണ്ട് അതെ അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ആർസണൽ 71 ഗോൾ അടിച്ച് 38 കളിയില് 26 ഗോളേ വഴങ്ങിയുള്ളൂ. 26 ഗോള് വഴങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ചാമ്പ്യൻ ടീമിന്റെ ലക്ഷണമാണ്. പക്ഷെ ഇതേ 26 ഗോളാണ് 2021-22 സീസണിൽ ലിവർപൂളും സിറ്റിയും രണ്ടുപേരും
26 ഗോളേ വഴങ്ങിയുള്ളൂ. അത് ലാസ്റ്റ് ഡേ വരെ പോയ ടൈറ്റിൽ റേസ് 92 പോയിന്റും 91 അല്ല 93ഉം 92. പക്ഷെ ഈ ടീമുകൾ സിറ്റി 99 ഗോൾ അടിച്ചു, ലിവർപൂൾ 94 ഗോൾ അടിച്ചു, ഇവിടെ 71. അപ്പൊ അത് ആൾക്കാർ അതാ, ഒരു ന്യൂട്രൽ സപ്പോർട്ടർ എപ്പോഴും അതാ നോക്കണം. ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് വേണം, ഗോൾസ് വേണം. പിന്നെ ഈ ആർസണൽ ടീം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മികച്ച കളിക്കാരുണ്ട്. അവര് എന്താ പറയാ, ഒരു എവിടുന്നോ എടുത്ത ഒരു നോൺ ലീഗ് കളിക്കാരെ വെച്ചൊന്നും അല്ല കളിക്കുന്നത്. ബുക്കായോ സാക്ക ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ ആണ്. റൈസ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ്. ലിയാൻഡ്രോ ട്രോസാർഡ് ഇപ്രാവശ്യം ബെൽജിയമിന്റെ പ്രധാനപ്പെട്ട അറ്റാക്കർ ആയിരിക്കും. വിക്ടർ യോക്കറസ് സ്വീഡന്റെ ഒരു മെയിൻ സ്ട്രൈക്കറാണ്. മിക്കൽ മെറീനോ, സൂബ്മെൻഡ് ഇവരൊക്കെ സ്പെയിൻ ടീമിലുണ്ട്. അപ്പൊ അനേക ഫുൾ ബാക്സ്, ഏറ്റവും മികച്ച സെൻട്രൽ ഡിഫൻഡേഴ്സ്, ഇവരൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടുള്ള പ്രതീക്ഷ ഇത്രയും ക്വാളിറ്റി ഉള്ളപ്പോ നിങ്ങളുടെ ഫുട്ബോളിനും കുറച്ചും കൂടി ക്വാളിറ്റി വേണമെന്നാണ് ആൾക്കാർ പറയുന്നത്. ഈ ഗാർഡിയോള പ്രീമിയർ ലീഗിന്റെ പരിശീലക സ്ഥാനം, മാനേജർ സ്ഥാനം ഉപേക്ഷിക്കല്ല, അവസാനിപ്പിച്ചു. അപ്പൊ ഇനിയിപ്പോൾ ആര് വരും എന്നൊക്കെ ഉള്ളത് സംസാരത്തിലുണ്ട്. എന്നാലും ഗാർഡിയോളയുടെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഫെയർവെൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് കൊടുത്തിരിക്കുന്ന പവലിയന്റെ പേരും ഒക്കെ വെച്ചിട്ട് ഒരു വലിയൊരു ഹ്യൂജ് ബഹുമാനമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജറോട് കാണിച്ചിരിക്കുന്നത്. ശരിക്കും അതിന് അർഹൻ തന്നെയല്ലേ അദ്ദേഹം? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഗാർഡിയോളയുടെ ലെഗസി എന്ന് പറഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ മാത്രമായിരിക്കില്ല. ഇപ്പൊ ആർട്ടറ്റ ശിഷ്യനാണ്. ഇപ്പൊ ചെൽസിയിൽ എത്തിയിട്ടുള്ള അലോൺസോ ഒരു ശിഷ്യനാണ്. സിറ്റി തന്നെ വരാൻ പോണ മിക്കവാറും എൻസോ മെറസ്ക ആയിരിക്കും. മെറസ്ക ശിഷ്യനാണ്. അപ്പൊ ഇവരൊക്കെ ആ ഒരു പാരമ്പര്യം, ക്രൂയിഫിന്ന് തുടങ്ങിയ ഒരു പാരമ്പര്യം കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട് അതിൽ. ഇപ്പൊ ആർട്ടറ്റയുടെ ആർസനലൊക്കെ കുറെ കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ശൈലിയാണ് ഇപ്പൊ കളിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഒരു കണക്ഷൻ ഉണ്ട് ഗാർഡിയോള ഫുട്ബോളായിട്ട്.